കഴിഞ്ഞ വർഷം മോസ്കോ സന്ദർശിച്ച വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണത്തെ തുടർന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2022 യുക്രൈനുമായുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പ്രധാനമന്ത്രി മോദിയുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്ത പുടിന്റെ ആദ്യ സന്ദർശനമായിരിക്കും ഇത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള തുടക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവ് പറയുന്നു. എന്നിരുന്നാലും അദ്ദേഹം പ്രത്യേക തീയതികളൊന്നും നൽകിയിട്ടില്ല ഇതുവരെ. ഇന്ത്യൻ ഗവൺമെന്റ് തലവന്റെ ക്ഷണം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു കഴിഞ്ഞു, ലെവ്റോവ് വ്യക്തമാക്കി. മൂന്നാം തവണയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മോദി റഷ്യ തിരഞ്ഞെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടി ലെവ്റോവ് ഇത് പറഞ്ഞു. ഇനി നമ്മുടെ ഊഴമാണ്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരമേറ്റതിനെ തുടർന്ന് യുക്രൈനിൽ യുദ്ധവും ഭൂരാഷ്ട്രീയ പ്രക്ഷോഭവും ഇരു നേതാക്കളും ചർച്ച ചെയ്തിരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്ന് പ്രധാനമന്ത്രി മോദി പുടിനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. റഷ്യയെ അപലപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുകയും പുടിനെ പരസ്യമായി വിമർശിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. വാസ്തവത്തിൽ 2024 യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ കാണാൻ മോസ്കോയും കൈവും സന്ദർശിച്ച ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്കായി ഒക്ടോബറിൽ പ്രധാനമന്ത്രി റഷ്യയിലെ കസാനിലേക്കും പോയിരുന്നു. 22ാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടിക്കായി മോസ്കോ സന്ദർശിച്ച വേളയിൽ പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രധാനമന്ത്രി പുടിനും തമ്മിലുള്ള സൗഹൃദം ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രധാനമന്ത്രി മോദി പുടിന്റെ വസതിയിൽ എത്തിയപ്പോൾ ഇരു നേതാക്കളും ഊഷ്മളമായ ആലിംഗനത്തിന് ശേഷം ദൃഢമായ ഒരു ഹസ്തദാനവും നൽകി. മോദിയും പുടിനും ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന്റെയും കുതിരപ്രദർശനം കാണുന്നതിന്റെയുമെല്ലാം ദൃശ്യങ്ങൾ റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ ഗോൾഫ് കട്ടിൽ തന്റെ വസതിക്ക് ചുറ്റും കൊണ്ടുപോകുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി പ്രതിരോധ ഉപകരണങ്ങളുടെ പ്രധാന വിതരണക്കാരായി മാറിയ റഷ്യയുമായി ഇന്ത്യക്ക് പതിറ്റാണ്ടുകളുടെ സൗഹൃദമുണ്ട്. മാത്രമല്ല, യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാഗ്ദാനവും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഇരട്ടിയാക്കാനും സമ്മതിക്കുകയും ചെയ്തു.